guys, so welcome back to our channel Mahsa Simple Vibes. So ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതിനായിട്ട് നമ്മൾ ചിക്കൻസ് ഒക്കെ എടുക്കുക. രണ്ട് സാധനത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇത്. മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടി അങ്ങനത്തെ കുറേ പൊടികളൊക്കെ ഒഴിച്ചിട്ട് ഇട്ടിട്ട് നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. then ഇതെല്ലാം കൂട്ടി നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ, അതുകൂടി ചെയ്തിട്ടൊന്ന് പോണേ. അപ്പോൾ നമ്മളിത് ഇവിടെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി നമുക്ക് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഈ മസാല പുരട്ടി ഒരു ചിക്കനേക്ക് എല്ലാം കൂടി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ഈ ചിക്കനേക്ക് കൂടി നിരത്തി പിടിച്ചിടുക. ദെൻ ഇതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാവും. അപ്പോൾ അതേ നമ്മൾ എല്ലാം നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ചിക്കൻ കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളി, മുളക്, ഇഞ്ചി ഇതൊക്കെ നമുക്ക് ചിക്കൻ കറിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞതപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ കറിയിലേക്ക് പോകാം. തേങ്ങ അരച്ച ചിക്കൻ കറിയായിട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തേങ്ങ മിക്സിയിലിട്ട് അടിച്ചു. ദെൻ നമ്മൾ സവാള, ഓനിയൻ, വെളുത്തുള്ളി, മുളക് അതൊക്കെ ഇട്ടു. നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഐറ്റംസ്. ദെൻ നമ്മുടെ എല്ലാ പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പേസ്റ്റ് ഫോം ആയിട്ടുള്ള കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിനെ എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ചൊന്ന് മിക്സാക്കി വെക്കാം. ദെൻ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്വന്തം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്വന്തം ചിക്കൻ. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി വെക്കാം. നല്ല രീതിക്ക്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഗ്രേവി ആയിട്ട് ഇങ്ങനെ വരട്ടി വെക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഗ്രേവി ആയിട്ട് വെക്കണേ കേട്ടോ. വരട്ടി അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഞങ്ങളിവിടെ എപ്പോഴും കറി പോലെയാണ് വെക്കാറ്. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ റെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഓക്കെ, ബൈ.